ഒരു മനുഷ്യന് പല തരത്തിലുള്ള വേദനകൾ അനുഭവിക്കും. പക്ഷെ അതിൽ തന്നെ ബന്ധങ്ങൾ അകന്നു പോകുന്ന സമയത്ത് ഒരാൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അനുഭവിക്കുന്ന ഒരാളുടെ ജീവിതം ഒന്നെങ്കിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട്, അത് കൺഫേം ആണ്. പക്ഷെ ഞാനിവിടെ എവിടെയും ബന്ധങ്ങൾ എന്ന് പറഞ്ഞ സമയത്ത് അതൊരു പാർട്ട്ണർ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ സ്നേഹിക്കുന്ന എന്റെ പാർട്ട്ണർ അകന്നു പോകുമ്പോഴാണ് ഈ വേദനകളും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളിൽ മെജോറിറ്റി ആളുകളും ഇമാജിൻ ചെയ്തിട്ടുണ്ടാവും ആ പാർട്ട്ണറിന്റെ സ്ഥാനത്തുള്ള ആളെ വെച്ചിട്ടോ. ആ ആളകന്നു പോകുന്ന സമയത്ത് ഞാൻ താഴോട്ട് പോകും, എന്റെ ജീവിതം താഴോട്ട് പോകും അല്ലെങ്കിൽ മുകളിലോട്ട് പോകും, ആ ഒരു കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അതൊരു പാർട്ട്ണർ മാത്രമാണെന്ന്. അതിന്റെ അപ്പുറത്തോട്ട് എത്ര എത്ര ബന്ധങ്ങളുണ്ട്. പാരന്റ്സിനോടുള്ള ബന്ധം, ഫാമിലി, സിബ്ലിങ്സ്. പക്ഷെ അതല്ലാതെ വേറൊരു ബന്ധം കൂടെ ഇല്ലേ? ബ്യൂട്ടിഫുൾ റിലേഷൻ, ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം. ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ബന്ധങ്ങളിലൊന്ന് നല്ല നല്ല സൗഹൃദങ്ങൾ. പക്ഷെ സൗഹൃദത്തില് മരണം സംഭവിക്കുന്ന ചില ആളുകളുണ്ട്. ഫിസിക്കൽ ഡെത്ത് അല്ല, മെന്റലി ഇമോഷണലി മരിച്ചു പോകുന്ന ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. സ്ലോ ഡെത്ത് ഇൻ ഫ്രണ്ട്ഷിപ്പ്. സൗഹൃദത്തില് പതിയെ പതിയെ മരിച്ചു പോകുന്ന എത്രയോ പേരുണ്ട്. അത് ഒരിക്കലെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരൊറ്റ വേർഡ് സ്ലോ ഡെത്ത് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് മീനിങ്ങും കിട്ടിയിട്ടുണ്ടാവും. എന്റെ യാതൊരുവിധ എക്സ്പ്ലനേഷന്റെ കാര്യം ഉണ്ടാവില്ല. ഒരുപാട് അടുത്ത്, ഒരുപാട് കണക്റ്റായി. എങ്ങനെ കണക്റ്റായി എന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഇത്രയും ആത്മാർത്ഥമായി നമ്മൾ സൗഹൃദത്തിലായി എന്നൊന്നും ചിലപ്പോൾ രണ്ടു പേർക്കും പറയാൻ പറ്റിയെന്ന് വരില്ല. മേ ബി അതൊരു ഗ്രൂപ്പ് ആകാം, പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പതിയെ പതിയെ ആ സൗഹൃദം മരിക്കാൻ തുടങ്ങി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അകലാൻ തുടങ്ങി. പ്രയോറിറ്റീസ് മാറിയത് കൊണ്ടാണോ, റെസ്പോൺസിബിലിറ്റീസ് കൂടിയത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അപ്പുറത്ത് നിൽക്കുന്ന ആളിനും അറിയില്ല, ഇപ്പുറത്ത് നിൽക്കുന്ന ആളിനും അറിയില്ല. പക്ഷെ മരിക്കാൻ തുടങ്ങി. ഫിസിക്കലി എല്ലാം ഓക്കെ, ബട്ട് മെന്റലി ഇമോഷണലി എന്തൊക്കെയോ മിസ്സായി തുടങ്ങി. അത് എവിടെ വെച്ച് മിസ്സാകുന്നോ അന്ന് മുതൽ ആ സൗഹൃദം മരിക്കാൻ തുടങ്ങും. പക്ഷെ ഒറ്റയടിക്കല്ല, പതിയെ പതിയെ. ഇപ്പം എന്താ പറയാ, ഒരു ദിവസം കൊണ്ട് കട്ട് ചെയ്തു പോകുന്നത് എന്നല്ല, ആ ഒരു ബോണ്ടിങ് പതിയെ പതിയെ കുറയാൻ തുടങ്ങും. കണക്ഷൻ പതിയെ പതിയെ വിടാൻ തുടങ്ങും. നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് ആ നല്ല സൗഹൃദം വിട്ടുപോകും. അതെങ്ങനെ വിട്ടുപോയി, എന്തുകൊണ്ട് വിട്ടുപോയി, അതിന്റെ കാരണം എന്തായിരുന്നു? എന്റെ ഭാഗത്താണോ തെറ്റ്, അയാളുടെ ഭാഗത്താണോ തെറ്റ്, എന്തെങ്കിലും ഞങ്ങളെ ഇടയിൽ സംഭവിച്ചോ? ഈ ചോദ്യങ്ങൾക്കൊന്നും മേ ബി ഉത്തരം ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നഷ്ടപ്പെട്ടു പോയി, മരിച്ചുപോയി ആ സൗഹൃദം. എത്ര എത്ര സൗഹൃദങ്ങൾ അങ്ങനെ പോയതെന്നറിയോ? അതിന് കാരണം തേടി എത്ര നമ്മൾ പോയാലും ഉത്തരം കിട്ടൂല. അപ്പുറത്ത് നിൽക്കുന്ന ആളിനും അറിയില്ല. പക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ട ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ ഒരു കാര്യത്തിൽ വളരെയധികം വിശ്വസിച്ചിട്ടുണ്ട്. അതായത് എല്ലാ കാലത്തും ഇതിങ്ങനെ തന്നെ ആകും എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റെസ്പോൺസിബിലിറ്റീസ് വല്ലാതെ കൂടി തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മാറേണ്ടി വരും, മാറ്റേണ്ടി വരും. ആ ഒരു സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. നല്ല നല്ല സൗഹൃദങ്ങള് നമ്മൾ പോലും അറിയാതെ മരിച്ചുകൊണ്ട് നിൽക്കുക. നമ്മൾ അറിയൂല. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെന്നോ, നമ്മുടെ ലൈഫിൽ നിന്ന് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നേക്കുമായി ഇല്ലാണ്ടാകുകയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത് നഷ്ടപ്പെട്ട് കഴിയുന്നത് വരെ. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പോയി, അത് ലൈഫിൽ നിന്നേ പോയി. പിന്നെ നമ്മൾ എത്രയൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും, പാച്ചപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഫസ്റ്റിൽ നമുക്കുണ്ടായ ഒരു കണക്ഷനിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റൂല. അതെന്താന്നറിയോ? അത് തുടങ്ങിയ സമയത്ത് ഭയങ്കര പ്യുവറായിട്ടാണ് തുടങ്ങിയത്. അത് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല തുടങ്ങിയത്. അത് എന്താ പറയാ, റാൻഡമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നാച്ചുറലി വന്ന് കണക്റ്റായി അത്രയും
ക്ലോസ് ആയതാണ്. പക്ഷെ രണ്ടാമത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴും പാച്ചപ്പ് ആക്കാൻ നോക്കുമ്പോഴും നമുക്ക് ഓൾറെഡി ഒരു വിഷൻ ഉണ്ട്. എന്ത്? ഓക്കെ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പഴയതുപോലെ ആക്കണം, ആ ഒരു ബോണ്ടിങ്ങിലേക്ക് എത്തിക്കണം. ഈ ഒരു വിഷൻ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിലൊരു പ്യൂരിറ്റി കിട്ടാത്തത്. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, മാർക്ക് മൈ വേർഡ്സ്, അത് പഴയ ആ ഒരു കണക്ഷനിലേക്ക് നമുക്ക് 100% ജെന്യൂൻ ആയിട്ട് എത്തിക്കാൻ കഴിയില്ല. ലൈക്ക് അതിന് ആൻസർ വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മൾ നാച്ചുറലി ആയി വന്നതാണ്, രണ്ടാമത് നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യാണ്, ശ്രമിക്കുകയാണ് അങ്ങനെ ആക്കാൻ വേണ്ടി. അത് തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. സോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല സൗഹൃദങ്ങൾ നിങ്ങൾ പോലും അറിയാണ്ട് മരിച്ചു പോകുന്നത് പോലെ, നിങ്ങളിൽ നിന്ന് അകന്നു പോലും പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് ആലോചിക്കുക. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അകലങ്ങളിലേക്ക് അത് പോകുന്നതിന് മുൻപ് ഒന്ന് ചേർത്ത് പിടിച്ചൂടെ? ചേർത്ത് പിടിക്കേണ്ട സൗഹൃദങ്ങളാണെങ്കിൽ മാത്രം. ഐ റിപ്പീറ്റ് ദാറ്റ് സെന്റൻസ്. എല്ലാ സൗഹൃദങ്ങളും നമ്മൾ ചേർത്ത് പിടിക്കണമെന്നില്ല. പക്ഷെ ചില സൗഹൃദങ്ങൾ നല്ലതാണ്, നല്ലതിനാണ്. അത് നമ്മൾ പിടിച്ചു വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ പോലും അറിയാതെ, പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു കാരണവുമില്ലാതെ അകന്നു പോകുന്ന സൗഹൃദങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനും അതിനെ അകറ്റിവിടാതെ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? കാരണം നല്ല നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഒരുപാടുണ്ട്. അവരെ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം എന്താന്ന് പോലും അറിയാതെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സൗഹൃദം, അതിൻ്റെ ആ ഒരു വളരെ 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 വലുതാണ്. സോ ആലോചിച്ചു നോക്കി.